മീനച്ചിലാർ കര കവിയുമ്പോൾ ആദ്യം ഗതാഗതം സ്തംഭിക്കുന്ന പാലാ ഈരാറ്റുപേട്ട റോഡിലെ മൂന്നാലി ഭാഗത്ത് റോഡ് ഉയർത്തി വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനുള്ള പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ പദ്ധതിക്കായി ടോക്കൺ തുക മാത്രം വകയിരുത്തിയിരുന്നു. തുടർ നടപടികൾ വൈകുമ്പോൾ മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയാതെ പോവുകയാണ്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലെ പാലാ മൂന്നാനി ഭാഗത്ത് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരുമ്പോൾ റോഡ് വെള്ളത്തിനടിയിലാകുന്നത് പതിവായി തുടരുന്നു. റോഡ് ഉയർത്തൽ പദ്ധതി സംബന്ധിച്ച് പഠനം നടത്താൻ നേരത്തെ തീരുമാനിച്ചെങ്കിലും ഇതുവരെ നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല. റോഡിൻ്റെ താഴ്ന്ന നിരപ്പും പാടങ്ങൾ നികത്തിയതും തടയണ നിർമ്മാണവും വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചെന്നാണ് വിലയിരുത്തൽ. റോഡ് മുങ്ങുന്നതോടെ ഭരണങ്ങാനം, വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് പാലായിലേക്കുള്ള യാത്രക്കാർക്കും കോടതി ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. റോഡ് ഉയർത്തൽ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായതിനാൽ പദ്ധതി വേഗത്തിൽ നടപ്പാക്കണമെന്നും അതിനു മുമ്പ് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദമായ പഠനവും പ്രദേശവാസികളുടെ അഭിപ്രായവും പരിഗണിക്കണമെന്നും നഗരസഭാംഗം ടോണി തൈപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലം നമ്മുടെ ചെത്തിമറ്റം മൂന്നാനി പ്രദേശമാണ്. ആ ചെത്തിമറ്റത്തെ വാർഡ് കൗൺസിലറാണ് ഞാൻ. അവിടെ ഏറ്റവും ആദ്യം വെള്ളം കയറി കഴിയുമ്പോൾ വീടുകളിലേക്കെല്ലാം കയറി റോഡ് മൊത്തം ബ്ലോക്കായി കഴിയുമ്പോഴേക്കും കോടതി വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പാലാ ഈരാറ്റുപേട്ടയിലെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഉയർത്തുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പറയാം വിശകലനം നടത്തി വേണം റോഡ് ഉയർത്താൻ. കാരണം നാട്ടുകാർ ദൂരീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നത്തിന് നാട്ടുകാരോടും കൂട്ടി ഇതെന്ത് ചെയ്യണം, അത് ഒരു വിശകലനം നടത്തി മാത്രമേ അങ്ങനെയുള്ളൊരു റോഡ് പൊക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ റോഡ് പൊക്കുമ്പം പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുമ്പം പൊതുജനങ്ങളെ കൂടെ ഒന്ന് വിശ്വാസത്തിലെടുക്കണമെന്നാണ് ഞാൻ വാർഡ് കൗൺസിൽ എന്ന രീതിയിൽ എനിക്കൊരു പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ആ നാട്ടിൽ വെള്ളം കയറുന്നതിന് പോകാനുള്ള വഴികളും എല്ലാം ഓടകളെല്ലാം അടഞ്ഞു കിടപ്പുണ്ട്. ആ ഓടകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ ആ പ്രദേശത്ത് വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ ഗതാഗത തടസ്സം പെട്ടെന്ന് തീരുന്ന തീരുമാനം ഉണ്ടാവും. അപ്പോൾ റോഡ് ഉയർത്തുമ്പോൾ പെട്ടെന്ന് ജനങ്ങളെല്ലാം ഒന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വിദഗ്ധരായിട്ട് ആലോചിച്ചുകൊണ്ട് പൊതുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഇത് ഒരു പ്രാവർത്തികമാക്കുവാണെങ്കിൽ പ്രാവർത്തികമാക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് ഏത് സംഭവം ഉണ്ടായാലും അത് എത്രയും പെട്ടെന്നാണ് ചെയ്യേണ്ടത്. അതപ്പോൾ പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഈ റോഡ് ഉയർത്തുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ സ്പീഡപ്പ് നടത്തുക. സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നും സംസ്ഥാന ബജറ്റിൽ തുക അനുവദിക്കണമെന്ന് ശുപാർശ ചെയ്യുമെന്നും MLA മാണി സി കാപ്പൻ അറിയിച്ചു. മഴക്കാലം ശക്തമാകുന്നതിന് മുമ്പ് ഭരണാനുമതിയും ഫണ്ടും ലഭ്യമാക്കി റോഡ് ഉയർത്തൽ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രധാന ആവശ്യം. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.